എന്താ ഒലക്കീറും വെള്ളത്തുണി റെഡിയാക്കി വെച്ചോ, ഞാനിതാ വരണേ. ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണത്തെ നാട്ടുപോക്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കോളേജിൻ്റെ ചേട്ടൻ്റെ കല്യാണമായിരുന്നു, അമ്മയുടെ സഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്ക് ഓഫീസിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഫാമിലി ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു സർപ്രൈസും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. കല്യാണത്തിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റെ കെട്ടിയവന് ഞാൻ ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുത്തായിരുന്നു കേട്ടോ. 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ, സ്റ്റോറി ഒന്ന് സ്റ്റാറ്റസ് ഒന്ന് എന്നെ ടാഗ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓർമ്മയുണ്ട്. അത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വന്നിട്ട് ജന്മദിനായിട്ട് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എത്ര വയസ്സായി? 45. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിലോട്ട് വിട്ടു കേട്ടോ. എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്ക് കുറച്ച് സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചു. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ വരുന്ന ടൈം മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങൾ ലുലുവിലെത്തി. അമ്മയോട് പറഞ്ഞായിരുന്നു ലുലുവിൽ വായോ ഡ്രസ്സ് എടുക്കാമെന്ന്. അമ്മ സന്ധ്യത്തിനും ഡ്രസ്സ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഡൗട്ടും വന്നില്ല കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് അമ്മ ആകെ സർപ്രൈസ് ആയത്. അമ്മ കുത്തിയില്ലെങ്കിൽ അവനെ കൊണ്ട് കുത്തിക്കും. ഞങ്ങൾ ഈ ഒരു മൂക്കുത്തിയാണ് കേട്ടോ സെലക്ട് ചെയ്ത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തന്നെ അങ്ങ് എടുത്തു. അമ്മയുടെ മൂക്ക് കുത്തുന്നതിന് മുന്നേ മൂക്കും തടവ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പറയൂ. പണ്ട് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹം അമ്മയ്ക്കിട്ടൊരു കുത്ത് തരണമെന്ന്. അതിപ്പോൾ നടന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ മാന്തിക്കോളാണ് എന്റെ തല. നാട്ടുകാരെ ഓടിയാണ് എന്നെ കുളിപ്പിച്ച് കിടത്താൻ പോണേ. പാവാടാ, വിട്ടേക്കടാ. എന്താ ഒലക്കീറും വെള്ളത്തുണി റെഡിയാക്കി വെച്ചോ, ഞാനിതാ വരണേ. വല്ല കള്ളവണ്ടി കയറി ഇന്ന് തന്നെ നാട് വിടണം. ഈ സ്നേഹത്തിന് ഇനി ഞാൻ തോറ്റു പോകൂടാ. അമ്മ ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും അതിനെക്കാട്ടി ഭയങ്കര പ്രൗഡ് സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. കാരണം നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ, മക്കൾ എന്നുള്ള രീതിക്ക് നമുക്ക് ഇതൊക്കെയല്ലേ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് എനിക്കൊരു ആശയം ഒന്നിച്ച് കേക്ക് വാങ്ങി സർപ്രൈസ് ആയിട്ട് 2 പേരും കൂടി ചേർത്ത് മുറിക്കുന്നത്. അങ്ങനെ കേക്ക് വാങ്ങി നേരെ വീട്ടിലോട്ട്. ഒരു 10 വർഷം മുന്നേ വരെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് മിക്ക വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് കേക്ക് വേണം, നമുക്ക് ഡ്രസ്സ് വേണം, നമുക്ക് പായസം വെക്കണം. പക്ഷെ നേരെ തിരിച്ചോ, എത്ര മക്കളത് ഓർത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പം നഷ്ടപ്പെട്ടു പോയ വർഷം കോമ്പൻസേറ്റ് ചെയ്യാനാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അല്ലാതെ അറിയാതെ വന്നതാ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴാണ് ഒരു വലിയ യുദ്ധം അവിടെ നടക്കുന്നത് കണ്ട. ഞാൻ ഓടി തള്ളി കളഞ്ഞു കേട്ടോ. എനിക്ക് മുഖത്ത് കേക്ക് കേൾക്കുന്നത് ഇഷ്ടമേ അല്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നെങ്കിലും ഞാൻ ഫോണും കൊണ്ട് ഓടിക്കളഞ്ഞു. എന്തിനാ വെറുതെ. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും വന്നവരെയും നിന്നവരെയും പോയവരെ എല്ലാവരും മുഖത്തും ചെവിയിലും കഴുത്തിലും തലയിലും മൊത്തത്തിൽ കേൾക്കായിരുന്നു കേട്ടോ. സെലിബ്രേഷനും അടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ടാറ്റ ബൈ ബൈ ഫേസിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ദോശയും മീൻകറിയും മീൻ പൊരിച്ചതും കഴിച്ചിട്ട് ആത്മസംതൃപ്തി അടഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഫോൺ കളക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ പണ്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഫോണൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോ ഒന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സെല്ലാം ഒന്ന് ഇട്ട് കണക്കാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ F1 ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തത്. അവൻ ഫസ്റ്റ് ഡേ തന്നെ കാണുമെന്ന് നിർബന്ധമായിരുന്നു. ഭയങ്കര ഫാനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തുള്ള ഏരീസ് തിയേറ്ററിലോട്ട് വിട്ടു കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മായാമ്മയുടെ വീട്ടിൽ പോയി കാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല ഗംഭീര ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ കുശാല ഫുഡ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ
ഫിലിമൊക്കെ ഇട്ട് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം വെള്ളച്ചാട്ടത്തിന് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി വെയിറ്റ് ചെയ്യുമായിരുന്നു ആലപ്പുഴയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളെത്തി. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ നെടുമങ്ങാട് വെള്ളച്ചാട്ടത്തിലോട്ട് കേട്ടോ. ആക്ച്വലി നെടുമങ്ങാട് ഞങ്ങളെ അമ്മേൻ്റെയൊക്കെ വീടാണ്, അവൻ്റെ തൊട്ടടുത്താണ് കേട്ടോ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് തന്നെ പൊക്കളാം. ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷേ നമുക്കിതൊക്കെ മതിയല്ലോ. കുറച്ച് എൻജോയ്മെൻറ്റും റിലാക്സേഷനൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. ഇരുട്ടാറായിരുന്നു. ഒരു 1/2 മണിക്കൂർ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി കേട്ടോ. ഈ കാട്ടിൻ്റെ ഇടയിലായിട്ട് പോയി കയറിപ്പോയപ്പോഴത്തേക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മാക്സിമം ടൈം വെള്ളച്ചാട്ടത്തിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്തു. എനിക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഞാൻ കുറേ നേരം ഞാൻ അങ്ങനെ തന്നെ നിന്നു. അവസാനം ഇവിടെ കയറി പോകാൻ നേരത്താണ് കേട്ടോ എന്നെ വലിച്ചിറക്കി മുക്കിയത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഒരു ഹാരം പിടിച്ചു. പിന്നെ എനിക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. ഞാൻ ഇവിടെ കിടന്ന് ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ടൈമായപ്പോൾ നല്ല ഇരുട്ടി. പിന്നെയും ആ കാട്ടിൽ കുറേ നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മൂൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. വണ്ടിയുടെ ഗട്ടറാണ്, അല്ല വണ്ടിയുടെ ഡിക്കി. ആകെ മൊത്തം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരെയും വണ്ടിയിൽ കയറ്റത്തില്ല എന്ന് സഞ്ജിത്ത് പറഞ്ഞു. അങ്ങനെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി നടന്നു പോയി. ഞാനും അനിയനും മാത്രം ഡിക്കിക്കകത്ത് കയറിയിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ഡിക്കിലിരുന്നോളാന്ന് പറഞ്ഞു. പകുതി എത്തിയിട്ട് ബാക്കിയുള്ളവരെയും കൂടി കയറ്റി. ആ പവട്ട് പാവല്ലേ കുറേ നടക്കായില്ലേ എന്ന് പറഞ്ഞിട്ട് കയറ്റി. ഞങ്ങൾ അവളെ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും അച്ഛമ്മയെല്ലാം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി വെച്ചേക്കായിരുന്നു കേട്ടോ. കുഞ്ഞുനാളിൽ സ്കൂളടച്ച് നിൽക്കുമ്പോൾ പോകാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന 3 സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ പുഴയുണ്ട്, തോടുണ്ട്. അപ്പോൾ വരുമ്പോൾ തോട്ടിൽ പോയി കുളിക്കാം. നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന സുഖം വേറെയാണല്ലോ. പക്ഷേ എന്താ പറയുക, ആ കുട്ടിക്കാലമൊക്കെ ഇപ്പോൾ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആ തോടിൻ്റെ അവിടെയൊക്കെ അടച്ചു കെട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ തോട്ടിലാരും കുളിക്കാനൊന്നും പോകത്തില്ല. ഇപ്പം അങ്ങനെ പോകാനും പറ്റത്തില്ലല്ലോ, സേഫ് അല്ലല്ലോ. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വളർന്നു വന്നപ്പോൾ പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാലും ഞങ്ങളവിടെ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അനിയത്തി അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കുഞ്ഞിക്കണ്ണനെ അമ്പലപ്പുഴയിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് കേട്ടോ. അമ്മയും ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മായമ്മയുടെ കാറും കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോൾ അമ്മ നല്ല അടിപൊളി ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചോട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി യൂണോ കളിക്കുകയാണ്. വീട്ടിൽ ഒത്തുകൂടിയ യൂണോ മസ്റ്റാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ യൂണോ കളിക്കുന്നത്. അതിനുശേഷം ഫുഡിന് സമയമായി. ഹായ് മോമി, എന്താ സ്പെഷ്യൽ? ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്, സലാഡ്, തോരൻ, മീൻകറി, ഒഴിക്കാൻ, മെഴുക്കുവരട്ടി, അച്ചാർ, പിന്നെ പച്ചവെള്ളം. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ന്യൂസ് കിട്ടി. ഞങ്ങൾ കുറേ നാളായിട്ട് എറണാകുളത്ത് വേറൊരു റെൻറ്റഡ് ഹൗസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് അത് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഈ പോണ പോക്കിൽ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം, പിന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മതിയല്ലോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ പാക്ക് ചെയ്യുക. അമ്മയ്ക്ക് എത്ര പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, എന്ത് തന്നാലും എത്ര തന്നാലും മതിയാവത്തില്ല. അവസാനം അതൊന്ന് നിർത്തിക്കാനായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചതെല്ലാം കൂടി പെട്ടെന്ന് റാപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട് അനന്തം വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇതെല്ലാം കൂടി കാറിൽ കൊടുത്തയക്കാം, അല്ലെങ്കിൽ പിന്നെ ബൈക്കിലോ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും തേടേണ്ടി വരും. കാറാകുമ്പോൾ സേഫായിട്ട് അങ്ങ് ഫ്ലാറ്റിലെത്തുമല്ലോ. അങ്ങനെ അത് കാറിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിയും കൊച്ചു വർത്തമാനമൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊരു പ്ലാൻ വന്നേ. ഓൾറെഡി വയറ് ഫില്ല, എന്നാലും പിന്നെ ഇങ്ങനത്തുള്ള മൊമെൻറ്റ്സ് മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനും അനന്തനും സഞ്ജിത്തും എൻ്റെ അനിയത്തി കൂടെ സംസമിൽ പോയോട്ടോ. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ അതിന് പുറമെ ഫ്രൂട്ട് സലാഡും കണ്ണൂർ കോക്ടെയിലും വാങ്ങി. പിന്നെ ഹണി കേക്ക് വാങ്ങി. ഹണി കേക്ക് വാസ് എ ഗുഡ് ചോയ്സ് ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തുമ്പി റെക്കമെൻഡ് ചെയ്തിട്ട് വാങ്ങിയതാണ്, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഇതാ ഒരാൾ വാങ്ങിക്കൊടുത്ത മൂക്കുത്തിയൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പം അന്നേരം കുത്തുന്ന സാധനം ഇളക്കി കൊടുത്തിട്ട് ഒറിജിനൽ മൂക്കുത്തി ഇട്ട് എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചേച്ചിയുടെ അവിടെ വന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ചാറ്റിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ഇന്ന് ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം ബൈക്കെടുത്ത് ഞാനും ഓടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.